ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ പോക്കോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പോക്കോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ 6800 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C65 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ MediaTek Helio G85 എന്നുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. 128 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. 6.74 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 50 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ M6 5G എന്ന സ്മാർട്ട് ഫോൺ 8250 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. ഇതിൽ 6.74 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 50 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 8250 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഡ്ജറ്റ് 9000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തിക്കാം എന്നുണ്ടെങ്കിൽ ഇതിലും ബെറ്റർ പോക്കോ M6 Pro 5G എന്ന ഫോൺ എടുക്കുന്നതായിരിക്കും. ഇതിലോട്ട് വരുമ്പം സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് തന്നെയാണ് വരുന്നത്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 13000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോൺ വേണമെന്നറിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ അത് അത്ര റെക്കമെൻഡ് ചെയ്യില്ല. എന്നാലും ആ ഒരു ബഡ്ജറ്റിൽ അതിലുള്ളതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന കാര്യം എന്താ വെച്ചാൽ 108 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. 13 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിലും നല്ലത് ഈ ഒരു 14000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X5 അതുപോലെ തന്നെ X6 Neo എന്നീ ഫോണിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും. ഇപ്പം പോക്കോ X5ൽ 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 48+8+2 2 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇത് കുറച്ച് പഴയ ഫോണാണ്. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സർ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ 14000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 14000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Neo 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പുമാണ് വരുന്നത്. പക്ഷേ MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 16 മെഗാ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 108 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ പോക്കോ X5ലുള്ള അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ് പുതിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 18500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 64+8+2 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16 മെഗാ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 24000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിലും ഏകദേശം സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 28000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്.
പിന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് പോക്കോയുടെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകൾ. ഇതിൽ ഞാനേതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.